ഇത് കേരളല്ലേ, മയ്യത്ത് മറിയാൻ 75,000 റുപ്യ ചിലവാകുമോ? അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കേരളത്തിൽ ഇടാന്ന് കേരളത്തെ കുറിച്ച് തീരെ അറിയാത്തവരാണ് അവിടെ ഇരിക്കുന്നത്. ആളുകൾ വെറുതെ ചെയ്യൂലേ? ഡെഡ് ബോഡി ഒന്നിന് ഇത്ര, എന്തൊരു നാണക്കേടാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണിയായിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത്? അതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ? ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണിയാണെന്നാണ് ഗവൺമെന്റ്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. സത്യമാണത്. ഈ വിഷയം വന്നപ്പോൾ ഞാനൊക്കെ ആലോചിച്ച് പോയതാ. അതായത് നമ്മളൊക്കെ എടുത്ത പണി കൂലിപ്പണിയായി മാറിയോ? എന്താ ഇവർ നമ്മളെ പറ്റി കണക്കാക്കിക്കണത് എന്ന് തോന്നിപ്പോയി. കാരണം എന്താ അറിയോ, നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, നമുക്കിതിലൊന്നും വേണ്ടിയിട്ടുമല്ല. നമ്മളെ കൂടെ പിറപ്പിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ പോയിങ്ങാണ്ട് നമ്മളേതായ രീതിയിൽ സഹായിച്ചതാണ്, സഹകരിച്ചതാണ്. അതിനൊക്കെ ബില്ലിട്ടിങ്ങാണ്ട് ഇവർ വാങ്ങുന്നു. ഒരു സർക്കാർ, ഒരു ഭരണകൂടം ഈ രീതിയിൽ വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പം ഞാൻ എൻ്റെ ജീപ്പും കൊണ്ട് അവിടെ പോയി. അതെന്തിനാണ്? അവിടെയുള്ള മുണ്ടേരിയിലും പോത്തുകല്ല് മേഖലയിലൊക്കെ വന്ന ആ മൃതദേഹം എടുത്ത് അതിലേക്ക് കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പോയതാ. ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, എന്തെങ്കിലും സർക്കാർ തരുമെന്ന് കരുതിയിട്ടുമല്ല. നമ്മളാൽ എന്ത് കഴിയോ അതെടുത്തുങ്ങാണ്ട് ഇറങ്ങി എന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ കൂലിപ്പണി മാതിരിയായി എന്നുള്ളത് കേൾക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്. ഇതൊന്നും ഒരു ഭരണകൂടം ഇപ്പോൾ മെമ്മോറാണ്ടം കൊടുത്തതാണ്, ചെലവഴിച്ച കണക്കല്ല. 75,000 റുപ്യ. ആരതായാലും പൈസ നിങ്ങൾ പിന്നെ പണം വാങ്ങിക്കോളി, കേന്ദ്രത്തിന് നിങ്ങൾ കണക്ക് കൊടുത്തോളി. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ട കണക്ക് എങ്ങനെയാണ്? ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യാനുള്ളതിലേക്കാണ് കണക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ ഫ്രീ ചെയ്ത സർവീസിനൊക്കെ നിങ്ങൾ ഈ കോലത്തിൽ കണക്ക് കൊടുത്താൽ ഈ നാട്ടുകാരെ, ഈ സഹായിച്ച ആളുകളെ നിങ്ങൾ എന്താ കണക്ക് കൂട്ടിക്കുന്നത്? ഞാൻ കണക്ക് പറയല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം, ഉദാഹരണം, ഒരു പിന്നെ ജീവിത അനുഭവം, എൻ്റെ കാര്യം ഞങ്ങളെ മുമ്പിൽ പറയാം. കണക്കല്ല. ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് അവിടെ പോയല്ലോ, 2 ദിവസത്തിൽ എനിക്ക് ചിലവ് ഏകദേശം ഒരു 2000 ചില്ലാനം ഉറുപ്പ്യേൻ്റെ എണ്ണ. അതേമാതിരി തന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി നന്നാക്കി. കാരണം വലിയ വലിയ കല്ലുകളുള്ള സ്ഥലത്ത് കൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ കല്ലടിച്ചതുണ്ട്. അതേപോലെ തന്നെ ചളി കുടുങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുണ്ട്. കാരണം കുറേ ആളുകൾ കയറിയിട്ട് ഈ പറയുന്ന മാതിരിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൽ വന്ന ഡാമേജുകൾ കുറേ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 14,000 ചില്ലാ ഉറുപ്പ്യ. കണക്ക് പറയല്ല, ഇതൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിലവാണ്. പക്ഷെ ഞാനത് അൽഹംദുലില്ലാ ഞാനത് ആ രീതിയിൽ കൊടുത്തു. ഞങ്ങൾ ആ നിലക്ക് അവിടെ പണി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോരുത്തരുടെ മനസ്സ്, ഈ കോൺട്രാക്ടർമാരുണ്ടല്ലോ, ആ കോൺട്രാക്ടർമാർ ആളുകൾ ഇത് കണ്ടിട്ട് നിങ്ങൾ എണ്ണ അടിച്ച് നീക്കെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും തരാമെന്നും പറഞ്ഞിട്ട് ഒരു 2,000 റുപ്യ അത് എണ്ണ അടിച്ച് തന്നതാണ്. അല്ലാതെ ഒന്നും അവിടെ വേറെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരും ഒന്നും വാങ്ങിയിട്ടില്ല. അതൊക്കെ സന്നദ്ധ മനസ്സുകളുടെ ഒരു കൂട്ടായ്മയിൽ വന്നു പോയതാണ്. അല്ലാതെ വണ്ടി നന്നാക്കി ആരും ബില്ല് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ആംബുലൻസ് ഇവിടുന്ന് വയനാട്ടിലേക്ക് പോയി, അതിന് കൊടുത്ത കണക്കെത്രയെന്ന് ആംബുലൻസിൻ്റെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയും. അതേപോലെ തന്നെ മയ്യത്ത് മറവ് ചെയ്യാൻ, മയ്യത്ത് എന്നൊന്നും പറയാനല്ല കൂട്ടരെ, അതൊക്കെ എത്രനുണ്ട് ഫുള്ള്, എത്രനുണ്ട് വേറെ വേറെ പീസ് എന്നൊക്കെ ഉള്ളത്. നിങ്ങളത് നേരിട്ട് കണ്ടിക്കണോ? ഞാനത് കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഇപ്പോഴും എനിക്ക് ആ രീതിയിലൊന്നും നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒരു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ, എന്നാലും നമ്മൾ മനുഷ്യന്മാരല്ലേ. ആ കോലത്തിലൊക്കെയാണ് നമ്മളിതിനെ കണക്കാക്കിങ്ങാണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സർക്കാരിൻ്റെ സഹായങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനൊക്കെ ബില്ലിട്ടിക്കണ് വരെ. ഈ ചെയ്ത സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ബില്ലിട്ടിക്കുക. അവിടെ കഫൻ തുണി, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൊണ്ടുവന്ന് എത്ര ടെക്സ്റ്റൈൽസുകാർ കൊടുത്തിട്ടുണ്ട്. അവിടെ മറവ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ സന്നദ്ധ സംഘടനകളാണ്. എനിക്കറിയില്ല വൈറ്റ് ഗാർഡോ അല്ലെങ്കിൽ SDPIൻ്റെ ആൾക്കാരോ, ഈ പറയുന്ന IRWൻ്റെ ആൾക്കാരോ, ERFൻ്റെ ആൾക്കാരോ, ഇവരൊക്കെ 10 പൈസ വാങ്ങിങ്ങാണ്ടാണ് അവിടെ പണിയെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ബാക്കിയുള്ള സന്നദ്ധ സംഘടനകൾ ഇവരൊന്നും 10ൻ്റെ പൈസ, ഒരു കുടിവെള്ളം കൂടി ഒരു കട്ടൻ ചായയും കൂടി പ്രതീക്ഷിച്ച് പാഞ്ഞ ആൾക്കാരല്ല. അങ്ങനെ ആ രീതിയിൽ മനുഷ്യ സ്നേഹം, മനുഷ്യൻ്റെ കടമ എന്നുള്ള നിലക്ക് പിന്നെ കിട്ടിയ ബോഡികളൊക്കെ കൃത്യമായി സംസ്കരിച്ച് അതിലൊന്നും ഒരു ബാധ്യതയും വരുത്താതെ ഒരു സമൂഹം മൊത്തം ഒരുമിച്ച് നിന്നപ്പോൾ
അത് മുഴുവൻ കൂലിപ്പണിയാക്കിങ്ങാണ്ട് എഴുതി വാങ്ങാന്ന് പറഞ്ഞാൽ ഇത്തരം മോശം വേറെന്താ? നിങ്ങൾ മെമ്മോറാണ്ടം കൊടുത്താലും കണക്ക് കൊടുത്താലും കേന്ദ്രത്തിന് കൊടുത്താലും കേരളത്തിന് കൊടുത്താലും ഈ ചെലവാക്കാത്ത വിഷയത്തിൽ നിങ്ങളിത് കൊടുക്കുമ്പോൾ അത് കള്ളത്തരാ. നിങ്ങൾ ഇനി ചെയ്യേണ്ട പണി എന്താ? ഭരണകൂടം ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു സംഘടനക്കും നിങ്ങൾ ഒരു ഉറുപ്പ്യ കൊടുക്കണ്ട. ആ പാവങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നഷ്ടങ്ങളെക്കുറിച്ച് അത് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുക. അത് നടപ്പിൽ വരുത്താനുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഇത്തരം ഇപ്പം ചിലവുണ്ടെന്ന് കണക്ക് കൂട്ടി ആ കണക്ക് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുക. അതാണ് ജെനുവിനായ സംഗതി. എന്നിട്ട് അത് വാങ്ങിങ്ങാണ്ട് അത് ഓൽക്ക് എത്തിച്ചു കൊടുക്കാൻ നോക്കി. അതേപോലെ തന്നെ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കോടാനുകോടി ഉറുപ്പ്യുണ്ട്, അത് വെച്ച് കണ്ടൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ കുറ്റം പറയല്ല, നമ്മളൊക്കെ ഒരുമിച്ച് നിന്നതാ. സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നത് എന്താണെന്നറിയോ? വലിയൊരു പ്രതീക്ഷൻ്റെ പുറത്താണ്. അവിടെയാണ് ഞങ്ങളെടുത്ത പണികളൊക്കെ, എല്ലാ സന്നദ്ധ സംഘടനകൾ ഫ്രീ ആയിട്ട് എടുത്ത പണിക്കൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടിങ്ങാണ്ട് ബോഡി ഒന്നിന് 75,000 എന്ന് എഴുതാനുള്ള നിങ്ങളൊക്കെ ഒരു മനസ്സുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ? DYFIക്കാരന് ഇതറിയില്ലേ? DYFIക്കാരാ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ? ഞങ്ങളൊക്കെ ഒരുമിച്ച് വെറുതെ എടുത്ത സംഗതിയാണ്. ഞങ്ങൾക്ക് ഒരു 10 പൈസ നമ്മൾ ആരെങ്കിലും വാങ്ങിക്കണോ? എനിക്കറിയില്ല. ആ നിലക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതെന്ത് കണക്കാ? ഇതൊക്കെ എന്തൊരു വിശ്വാസ്യത? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായി ചെയ്യുന്നത്? അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കും മറ്റുള്ള എസ്റ്റിമേറ്റ് കണക്ക് നിർത്തുങ്ങാണ്ട് ഓലെ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനത്തിന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്ക് കൊടുക്കുക എന്നല്ലാതെ ആ കണക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ കേരളത്തിനെ ഈ രീതിയിൽ രാഷ്ട്രീയമായി വിയോജിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളം ഒരുമിച്ച് നിൽക്കൂലേ? ഓലോട് ചിലക്കാൻ പോകാൻ പറയില്ലേ? അപ്പോഴല്ലേ ഈ കേരള സർക്കാരിനെ സഹായിക്കാൻ സകല സംഘടനകളും രംഗത്ത് വരൂലേ? ഓരോരുത്തർ ഏറ്റെടുക്കൂലേ? നിങ്ങളൊരു വേടിയും പേടിച്ചണ്ട, ഓലെ ഫണ്ട് തരുന്നില്ലെങ്കിൽ ഓലോട് ചിലക്കാൻ പോകാൻ പറയുന്നു പറയില്ലേ? അങ്ങനെ സംഭവിക്കൂലെന്നുണ്ടോ? ഇത് നിങ്ങളെ വിശ്വാസം പോകല്ലേ? നിങ്ങളില്ലാത്ത കണക്കും എല്ലാം പാടെ കൂട്ടിയിട്ട് ഈ കണ്ട ആൾക്കാരെ മുഴുവനും കളിയാക്കുന്ന രീതിയിലാകുമ്പോൾ നിങ്ങളിപ്പോൾ ആരെ കൂടുക? അപ്പം ഇത് മാറണം. ഇങ്ങനെയല്ല കണക്ക് കൊടുക്കേണ്ടത്. ഈ കണക്ക് ശരിയല്ല. കണക്ക് അവിടെ ഇനി എന്ത് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള കണക്ക് കൊടുക്കുക. എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന്. നമുക്ക് ഒരുമിച്ച് നിന്നുങ്ങാണ്ട് ഓൽക്ക് വീടാറ്റി കൊടുക്കാനല്ലേ എല്ലാവരും വരും. അത് വലിയൊരു വിഷയമായിട്ടാണ് ഞങ്ങൾ കൂട്ടിയിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇത് ചില ലാഭങ്ങളുണ്ട്. ഏതായാലും ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം സഹായിച്ചാൽ മാത്രം പോരാ, ആ സഹായിച്ചത് വരെ ബില്ല് എഴുതി വാങ്ങണേ ഒരു ഭരണകൂടം കൂടിയാണെങ്കിലേ സത്യത്തിൽ എത്രയല്ലേ അതിൻ്റെയൊക്കെ ഒരു മോശത്തരം. കൂടുതലൊന്നും പറയണില്ല, നിർത്തുകയാണ്. നന്ദി.